ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹമുള്ള കുര്യൻ ജോസഫ് സാറിന് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവവചനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അത് അവസാനിച്ചത് ദൈവവചനത്തിൽ ഈശോയുടെ കാരുണ്യഭാവമാണ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടാണ്. സാറിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറ്റിക്കലച്ചൻ്റെ ആ ആശ്രമമൊക്കെ സാറ് കൊടുത്തതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ മക്കളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള ഈ തെരുവിലെ മക്കളെയൊക്കെ വിളിച്ച് കൊടുത്ത ആ വിരുന്നൊക്കെ, അതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം സാറ് സ്വയം അതൊന്നും ഒരിക്കലും പറയത്തില്ല, എങ്കിലും സാർ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾക്കൊക്കെ കുറച്ചുകൂടി കാരുണ്യ പ്രവൃത്തിയിൽ വളരാൻ അത് ഉപകാരപ്പെടും. അതുകൊണ്ട് സാറൊന്ന് ഷെയർ ചെയ്താൽ സന്തോഷമായിരിക്കും. സന്തോഷം ബോണി, ആ ഒരു ആമുഖം പറഞ്ഞതിന്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ളൊരു അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ആ ഭാഗം ആരംഭിക്കാം. ഞാൻ അഭിഭാഷകനായിരിക്കും ഒട്ടേറെ വിൽപ്പത്രങ്ങൾ കണ്ടിട്ടുണ്ട്, മരണപത്രം. അതിനകത്ത് ചില വിൽപ്പത്രങ്ങളിലൊക്കെ ആത്മോപകാരം വകയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്വത്തുകൾ നീക്കി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മോപകാരം, ആത്മാവിനെ ഉപകരിക്കുന്നത് എന്നർത്ഥം. അപ്പം മക്കൾക്ക് സ്വത്ത് പങ്കുവെച്ച് കൊടുക്കുന്നു. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്പത്ത് ആത്മോപകാരം വഹിക്കും. അപ്പം പള്ളിക്ക്, എന്നിട്ട് അത് എങ്ങനെ പള്ളിയെ ഏൽപ്പിക്കുകയാണ്. അത് പള്ളിക്ക് എടുക്കാം, അല്ലെങ്കിൽ പള്ളി അതെങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടം മുതലൊക്കെ എൻ്റെ മനസ്സിൽ എന്താണ് ഈ ആത്മോപകാരം വഹിക്കുന്നത്. പിന്നീട് ഞാനിതിനെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ ഇത് ഈ പ്രത്യേകിച്ച് ഞാൻ ഈ ഐക്കഫ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ ദരിദ്രരോടുള്ള ഒരു സമീപനത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മനോഭാവം, ദരിദ്രർ എന്ന് പറയുന്ന സമ്പത്തില്ലാത്തവൻ മാത്രമല്ല, എന്തിൻ്റെങ്കിലും കുറവുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ ദരിദ്രൻ എന്നുള്ള അർത്ഥം, യേശു ക്രിസ്തുവിൻ്റെ ദരിദ്രർ എന്നുള്ള പദത്തെ വ്യാഖ്യാൻ ആഗ്രഹിക്കും. എവിടെ എന്തിനെങ്കിലും കുറവ് അനുഭവിക്കുന്നവൻ അവനെല്ലാം ദരിദ്രനാണ്. അപ്പോൾ അവനോടുള്ള സമീപനം എന്താണ്? ആ സമീപനത്തെ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ പറയും ദ ലീസ്റ്റ്, ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. ഏറ്റവും ചെറിയവൻ, നഷ്ടപ്പെട്ടവൻ, ഏറ്റവും നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാന്ത പ്രദേശങ്ങളുള്ള ദ ലീസ്റ്റ്, ദ ലോസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പം ഏറ്റവും പിന്നോക്കം, ഏറ്റവും ചെറിയവനും നഷ്ടപ്പെട്ടവനും ഏറ്റവും പ്രാന്തപ്രദേശത്തുള്ളത്. അപ്പം ഇവരോടുള്ള ഒരു മനോഭാവത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് എന്ന് എൻ്റെ മനസ്സിലൊരു വലിയ ചിന്ത ഏറെ കാലമായിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കത്തക്കവണ്ണം എന്നിലതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ചെറുഷ്മ മിഷൻ ലീഗിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചാൽ ഉടനെ ഈ ഷർട്ട് ഇല്ലാത്തവർക്ക് ഒരു ഷർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അന്ന് 10 പൈസ, അന്നത്തെ 10 പൈസയ്ക്ക് ഇന്ന് പേര് മേ ബി ഇന്നത്തെ 10 രൂപയുടെ വില കാണുമെന്ന് എനിക്ക് തോന്നുന്നത്, ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ 10 പൈസ ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചതിനുള്ള ഒരു ശിക്ഷണമാണത്. 10 പൈസ ഒരു ഫണ്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ തീപ്പെട്ടി അരി, അന്നത്തേക്ക് എൻ്റെ ഓർമ്മയിൽപ്പെട്ടതാണ്. ചെറുപ്പത്തിൽ മിഷൻ ലീഗ് പ്രവർത്തിക്കും. ഒരു തീപ്പെട്ടി കാലി തീപ്പെട്ടിക്ക് നിറച്ച അരി അത് കൊണ്ടുവന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അരിയില്ലാത്തവർക്ക് കൊടുക്കണം. അപ്പം ഇങ്ങനെ ഇവരോടൊക്കെ ഉള്ളൊരു മനോഭാവത്തിൽ അത് നൽകിയിരുന്ന ഒരു വലിയൊരു നിർവൃതി ഉണ്ട്, ആത്മനിർവൃതി. കാരണം ദൈവത്തിൻ്റെ മുഖം അവരിൽ ദർശിക്കാൻ സാധിക്കുന്ന ഒരു, അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ തുടർച്ച എന്നോണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മളിലൂടെ ഒഴുകണം എന്നുള്ളൊരു ചിന്ത ചെറുപ്പത്തിന് മുതൽ എനിക്ക് അങ്ങനെ കിട്ടിത്തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഞാൻ ഈ പലപ്പോഴും പലരുടെയും സ്വത്ത് പങ്കുവയ്ക്കുന്ന തർക്കങ്ങളിലൊക്കെ വന്നിട്ടുള്ളപ്പോൾ 2 മക്കൾ തമ്മിൽ 3 മക്കൾ തമ്മിൽ തർക്കങ്ങളുള്ളപ്പോൾ ഞാൻ പറയും അത് പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഒരു പങ്കും കൂടെ കൂട്ടി 4 ആക്കി പങ്കുവയ്ക്കുക. 3 മക്കളാണ് 4 ആക്കി പങ്കുവയ്ക്കുക.
അത് 4-ാമത്തെ പങ്ക് സാറിനാണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പങ്ക് ആവശ്യമില്ല, പക്ഷെ 4-ാമത്തെ പങ്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട ഒരാളുണ്ട്, അവർക്ക് കൊടുക്കാം. അപ്പോൾ ഈ മക്കൾക്കത് സ്വസ്ഥമായിട്ട് അനുഭവിക്കാനും സാധിക്കും, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവും, നിങ്ങളുടെ തർക്കവും തീരും. ആ 4-ാമത്തെ പങ്കാണ് ഈ ആത്മോപകാരം വക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവത്തിന് കൊടുക്കുന്നത് ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ ഈ മിക്കവാറും ഹിന്ദു നേർച്ചകളിലൊക്കെ, ഹിന്ദുക്കളുടെ പല സ്ഥലങ്ങളിലും, ഇപ്പം ഈ തിരുപ്പതി, ശബരിമല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഈ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഈ സംസ്ഥാനത്തുള്ളവർ പലരും അവരുടെ ബിസിനസ്സിൽ ഒരു പാർട്ട്ണറാണ് ഈ ദേവൻ. 1% ഈ പാർട്ട്ണർക്കുള്ളതാണ്, ഒരു പങ്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ധാരാളമായിട്ട് ഈ ഇവിടെ കൊണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുള്ള കാരണം. അത് അവർക്ക് ബിസിനസ്സിൻ്റെ പിന്നെ വരുമാനത്തിൻ്റെ ഒരു പങ്കാണത്. ഒരു പാർട്ട്ണർക്ക് ഒരു പാർട്ട്ണറാക്കിയിരിക്കുക, ദേവനെ പാർട്ട്ണറാക്കിയിരിക്കുക, പാർട്ട്ണർ. അപ്പം നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. ദൈവം അല്ലാതെ ഒന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആ പാട്ടിനെ അങ്ങനെ തിരുത്തി പാടാറുണ്ട്. ദൈവമേ, നീ തന്നതല്ലാത്തതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. അപ്പം എല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഈ എല്ലാം അവകാശപ്പെട്ടതാണ്, നീ തന്നോ നീ എടുത്തോ എന്ന് പറയുന്നത് ജോബിനെ പോലെ പറയാനല്ല. ദൈവം അത് എങ്ങനെ വിനിയോഗിക്കാൻ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം വിനിയോഗത്തിലാണ് കർത്താവ് എപ്പോഴും ഇതിനെ വിധിച്ചിരുന്നത്. ഒരർത്ഥത്തിൽ സമ്പത്ത് അതിൽ തന്നെ പാപമല്ല, സമ്പത്തിൻ്റെ വിനിയോഗമാണ് പാപമായി കരുതിയിരുന്നത്. ഈ സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ ഈ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച അനുകമ്പ അറിയിക്കുന്ന ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ അവഗണിച്ചുകൊണ്ടുള്ള വിനിയോഗമാണ് പാപമായിട്ട് മാറുന്നത്. അതാണ് ധൂർത്തിൻ്റെ പാപം എന്ന് പറയുന്നത്. അങ്ങനെ അഭിഭാഷക വൃത്തിയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും എനിക്ക് പല സ്ഥലത്തും നാട്ടിൽ പല സ്ഥലത്തും വസ്തു വകകൾ എനിക്ക് വാങ്ങിക്കാൻ അവസരം കിട്ടി. ജഡ്ജി ആയിക്കഴിയുമ്പോൾ പിന്നെ ശമ്പളം മാത്രമേ ഉള്ളൂ. ഒരിക്കലും പിന്നെ ഒന്നും വേറെ വാങ്ങിക്കലൊന്നും നടക്കില്ല. ജീവിക്കാനുള്ള ന്യായമായ ശമ്പളം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ധാരാളമായ അനുഗ്രഹങ്ങൾ തന്നല്ലോ. ദൈവം നിനക്ക് പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു വസ്തു ദാനം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു തീരുമാനിച്ചു. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും കുടുംബത്തിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കത്തുള്ളൂ. കുടുംബത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഏറ്റവും വിസ്തീർണമുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദിവംഗതനായ ജോർജ് കുറ്റിക്കലച്ചൻ്റെ ആകാശപ്പറവുകളുടെ ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടുകൊടുത്തത്. അവിടെ ആകാശപ്പറവുകൾ എന്ന് പറയുന്നത് തലയായിക്കാനിടയില്ലാത്തവർ, വിതയ്ക്കാത്തവർ, കൊയ്യാത്തവർ, കളപ്പുരയിൽ ശേഖരിക്കാത്തവർ. വിതയ്ക്കാനായിട്ട് അവർക്ക് വസ്തുവില്ല, കൊയ്യാനായിട്ട് സാഹചര്യങ്ങളില്ല, കളപ്പുരയിൽ ശേഖരിക്കാൻ ധാന്യമില്ല, തലയായിക്കാൻ ഇടമില്ല, പിന്നെ യാതൊരു മേൽവിലാസമില്ല. അവിടെ എല്ലാം ഈ മാനസികമായ ദൗർബല്യം ബാധിച്ചവരാണ്. അവർക്ക് എവിടെ നിന്ന് വന്നുവെന്നോ എവിടെയായിരുന്നു യാതൊരു അറിവുമില്ല. തെരുവിലെ മക്കളാണ് അവരെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവർക്ക് മനുഷ്യമുഖം, ദൈവത്തിൻ്റെ മുഖം കൊടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ആകാശപ്പറവുകളുടെ ശുശ്രൂഷ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ശുശ്രൂഷയാണ്. അങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു. ഇടയ്ക്ക് ഈ ആകാശപ്പറവുകളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോയി പങ്കെടുക്കാറുണ്ട്. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. വലിയൊരു നിറമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളവരോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ. അത് അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു അല്ലേ? അവിടെ പോയി ശുശ്രൂഷ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഭക്ഷണവുമായിട്ട് അവിടെ ചെല്ലുമായിരുന്നു. എന്നിട്ട് അവർക്ക് വിളമ്പി കൊടുത്ത് അവരുടെ ഒപ്പം ഇരുന്ന് സമയം ചെലവഴിച്ച് ഭക്ഷണം കഴിച്ച് പോരുമായിരുന്നു. അവിടെ അതൊരു വലിയ കൃപയുള്ള ശുശ്രൂഷകൾ. എത്രയോ സ്ഥലങ്ങളിൽ ആകാശപ്പറവുകളുടെ ശുശ്രൂഷകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വന്തമാവുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് ചെറിയവരാണ്. ചെറിയവരിൽ ഒരുവനെയാണ് അവരിൽ ദൈവത്തെ കാണുന്നവൻ ദൈവം. അപ്പം ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന നമുക്കൊരു അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ, നമുക്ക് ഈ ലോകത്ത് ദൃശ്യവും സ്പർശിയുമായ രീതിയിൽ ഒരു കൂട്ടുകൂടാവുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വന്തമാകുന്നുള്ളതാണ്. ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു മുന്നേറ്റം ഞങ്ങൾ നടത്തിയത് എന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് ഞാൻ. പിന്നെ സാറേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മക്കളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് തെരുവിലുള്ള മുഴുവൻ ആൾക്കാരെയും
കത്ത് കൊടുത്ത് വിളിച്ച് അവർക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കുകയും പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ബ്ലെസ്സിങ് മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് സാറ്. അതൊന്ന് പങ്കുവയ്ക്കാവോ? ഞങ്ങളുടെ 3 മക്കളുടെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ എറണാകുളത്ത് നടന്നായിരുന്നു. എറണാകുളത്ത് തന്നെയാണ് സ്ഥലത്ത് നടന്നിരുന്നത്. ഈ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സന്ദേശമായിരുന്നു അതൊരു ഹൈന്ദവ സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്, സാറൊരു ആഘോഷം നടത്തുമ്പോൾ സാറിൻ്റെ പ്രിയപ്പെട്ടവരുടെ വയറ് ഒട്ടിയിരിക്കാൻ പാടില്ല. അത് കർത്താവ് സാറിനോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എന്നോട് പറയുമായിരുന്നു. എനിക്കതൊരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രകാരം ആശപറവുകളുടെ ഈ ശുശ്രൂഷകളിലുള്ള ആസമ്മതങ്ങളിലുള്ളവരെ അവരുടെ ശുശ്രൂഷിക്കുന്നവരെ വിളിച്ചുവിട്ടി അവരോട് ഞങ്ങളൊരു പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെയായിരുന്നു ഇത് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരു വ്യക്തിപരമായ അനുഭവം മാത്രമായിട്ട് എടുക്കാവുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞൊന്നും ഒരിക്കലും ആർക്കും തോന്നരുതേ എന്നുള്ള അപേക്ഷയോടെ ഉണ്ട് എനിക്ക് അതിനകത്ത്. ആർക്കെങ്കിലും ഒരു പ്രചോദനമായിട്ട് ഞാൻ പ്രാർത്ഥിക്കൊണ്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമ്മളിവിടെ എത്ര പേരെ വിളിച്ച് വിരുന്ന് നടത്തുന്നുവോ അതിൻ്റെ ഇരട്ടി പേർക്ക് അന്നത്തെ ദിവസം നമ്മുടെ ഇപ്രകാരമുള്ള അനാഥാലയങ്ങളിലും ആകാശപർവ്വമുള്ള ആശ്രമങ്ങളിലും ഭക്ഷണം കൊടുക്കണം. അതേ ക്വാളിറ്റി ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ, നമ്മുടെ ഈ നഗരത്തിലെ ഈ തെരുവിൽ കഴിയുന്ന ഭിക്ഷാടകരെ മുഴുവൻ അന്തസ്സോടെ വിളിച്ച് അവർക്ക് ഇതേ ഭക്ഷണവും കൊടുത്ത് അവർക്ക് അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം, അവരുടെ കൂടെ നമുക്ക് ഈ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ 3 ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലെ ഒരു ഗായക സംഘമുണ്ട്. അവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഗാനമേള നടത്തുകയും ചെയ്തിട്ടുണ്ട്, ഗാനമേള നടത്തിയിട്ടുണ്ട്. അതേ ഭക്ഷണവും ചിലപ്പോഴെങ്കിലും അതിനേക്കാളും ക്വാളിറ്റിയുള്ള ഭക്ഷണം 3 വിഭാഗത്തിനുണ്ടായിരുന്നു, ക്വാളിറ്റി ഭക്ഷണം. 3 വിഭാഗത്തിനും ഈ തെരുവിലെ മക്കൾക്ക് സുഹൃത്തെ എന്ന് പറഞ്ഞ കാർഡ് അടിച്ചു കൊടുത്ത് വിതരണം ചെയ്ത് വിളിക്കുകയായിരുന്നു. അവരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം അപ്പോൾ അവർ ഈ ഞങ്ങളുടെ മക്കളെ, നവദമ്പതികളെ ആശീർവദിച്ച് ഇവരുടെ അനുഗ്രഹം എന്നൊക്കെ ഉണ്ട്. ആ ഒരു മറിയാമ്മ ചേർത്തി ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയാൻ പറ്റും. ഏതൊരു തെരുവിൽ ഒരു അമ്മച്ചിയാണത്. ആ ചേർത്തിൻ്റെ പ്രാർത്ഥന കണ്ടതേമേ ഇവരെ അനുഗ്രഹിക്കണമേ, സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു വലിയ തലേ കൈവച്ച്, 2 പേരും തലേ കൈവച്ചുള്ളൊരു പ്രാർത്ഥനയാണ്. എനിക്ക് ഇപ്പോഴും വളരെ സ്നേഹത്തോടെ ആ ഒരു ആത്മനിർവൃതിയോടെ ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു അവരുടെ ആ വലിയ സന്തോഷം. എന്നിട്ട് അവർക്കൊരു കൊച്ചു സമ്മാനം കൊടുത്ത് അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള വാഹനങ്ങളൊക്കെ അതൊക്കെ കൊടുത്ത് എല്ലാം അങ്ങനെ അവർക്ക് അംഗീകരിച്ചു. അതൊരു വലിയൊരു സന്തോഷമായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ എന്തോ ചെയ്തു എന്നുള്ളതല്ല, ദൈവം ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നത്. അത് 3 വിഭാഗത്തിനും എനിക്ക് ചെയ്യാൻ സാധിച്ചായിരുന്നു. 3 വിഭാഗത്തിനും ഇതുപോലെ ഓരോ കുട്ടികളെ ഞാൻ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തായിരുന്നു. അതും എനിക്ക് ദൈവം തന്നൊരു തിരിച്ചറിവായിരുന്നു. അപ്പം അങ്ങനെ നിൻ്റെ മക്കളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഇത് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെയും കൂടെ നീ കെട്ടിച്ചയക്കണം. അത് 3 വിഭാഗത്തിന് എനിക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് എനിക്ക് സാധിച്ചു എന്നുള്ളൊരു അഹങ്കാരമല്ല, ദൈവമേ അതിന് നീ എനിക്ക് കൃപ തന്നല്ലോ എന്നുള്ളൊരു വലിയ നിറവായിരുന്നു എനിക്ക് നന്ദിപൂർവ്വം ആ സമയത്തൊക്കെ ഓർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കൃപ തന്നല്ലോ, ആ വെളിവ് തന്നല്ലോ, ആ ഒരു തിരിച്ചറിവ് തന്നല്ലോ, ആ ഒരു ധൈര്യം തന്നല്ലോ, ആ ഒരു അവസരം തന്നല്ലോ എന്നുള്ളൊരു വലിയ നിറവായി. സാറിങ്ങനെ ഈ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഈ തെരുവിലെ മക്കളെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ എവിടെന്നെങ്കിലും ഒരു വിമർശനമോ അങ്ങനെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പല സ്ഥലത്തും. അത്രയും ഉണ്ടായിട്ടുള്ളൂ. വളരെ പോസിറ്റീവായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം ഞാൻ ആരോടും ഒരു പ്രശസ്തിക്കോ ഒരു പടവെടുന്ന് കർശനമായി പറഞ്ഞായിരുന്നു ഈ ഫോട്ടോഗ്രാഫർമാരോട്, ഇതിൻ്റെ പടം എടുത്ത് ഇങ്ങോട്ട് എന്നുള്ളൊരു. ഒരിക്കൽ മാത്രം എവിടെയോ ഇത് വന്നായിരുന്നു, അത് ആരോ എടുത്ത് എവിടെയോ ഇട്ടതാണത്, ഏതോ ഒരു ചെറിയ പത്രത്തിൽ മാത്രം. ഇതല്ല എന്ന് എനിക്കറിയാമായിരുന്നു, കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഒരു 3ാമത്തെ മകളുടെ വിവാഹത്തിന് ഞാൻ മനസ്സമ്മതം എന്നുള്ള ചടങ്ങേ വേണ്ടെന്ന് വെച്ചായിരുന്നു, ചടങ്ങ് ഒഴിവാക്കിയായിരുന്നു. വിവാഹത്തിൻ്റെ ഒറ്റ ആഘോഷം മനസ്സമ്മതം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ നമ്മുടെ ഈ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ അനാഥാലയത്തിൽ പോയി അവരോടൊപ്പം ഇരുന്ന് ഈ കുട്ടികളുടെ ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയായിരുന്നു. വേറെ സദ്യയൊന്നും നടത്തിയൊന്നുമില്ലായിരുന്നു. അത് അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ അതിനടുത്ത് നീ സദ്യ നടത്തുമ്പോൾ മുടന്തർ, വികലാംഗർ, ദരിദ്രർ അവരൊക്കെ വിളിക്കുക. കാരണം തിരിച്ചു നൽകാൻ അവരുടെ പക്കലൊന്നുമില്ല. തിരിച്ചു നൽകുന്ന ആരാ? അവരുടെ അപ്പൻ ദൈവമാണ് നമുക്ക് തിരിച്ചു തരുന്നത്, കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവരുടെ ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് ആ അവസരത്തിൽ
ഓർക്കാനും നന്ദിയോടുകൂടി അവരോടൊപ്പം ചിലവഴിക്കാനും സാധിച്ചല്ലോ എന്നുള്ളൊരു വലിയൊരു നിറവ് ഉണ്ടായിരുന്നു. സാറ് പങ്കുവച്ചായിരുന്നു ഈ ഒരു കാരുണ്യ പ്രവൃത്തി കുഞ്ഞുനാൾ തൊട്ട് തന്നെ സാറിൻ്റെ ഉള്ളിൽ ദൈവം തന്നതാണെന്ന്. സാറിൻ്റെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം ജഡ്ജി ആയതിനു ശേഷമുള്ള കുറ്റിക്കലച്ഛൻ്റെ ആശ്രമത്തിന് അതിൻ്റെ ഒരു പ്രചോദനം കൂടെ പറയാം കേട്ടോ ബോണി. പറയുമ്പോൾ അത് പറയണം. എൻ്റെ അർത്ഥത്തിൽ ഞങ്ങൾ 7 മക്കളാണ് വീട്ടിൽ. 9 രണ്ടുപേരും നേരത്തെ മരിച്ചുപോയായിരുന്നു. 7 മക്കളാണ്. എൻ്റെ അപ്പച്ചൻ ഈ കേരള ഹൈക്കോടതിയിലെ ക്ലർക്കായിരുന്നു. ആദ്യം ഒരു അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി സ്ഥാപിച്ചപ്പോൾ ആരംഭിച്ചപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന ശമ്പളം കിട്ടുന്നത്. അപ്പം കാര്യമായൊരു വരുമാനം ഈ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വളരെ ഞെരുക്കത്തിൽ കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ. പ്രത്യേകിച്ച് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചയായ ഓർമ്മകളാണ്. ഈ അരിക്കൊക്കെ വലിയ ഒരു പഞ്ഞം ഒരു കാലഘട്ടമാണ്. അരി കിട്ടാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചില നേരത്തെ ഭക്ഷണം കപ്പയായിരുന്നു എനിക്ക് എൻ്റെ ഒരു ഓർമ്മയ്ക്ക്. കാരണം ഞങ്ങളുടെ പറമ്പിൽ മുഴുവൻ കപ്പയായിരുന്നു, അരിയിലായിരുന്ന അവസരത്തിൽ. അപ്പോൾ റേഷനരി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ റേഷനരി, അന്നത്തെ റേഷനരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂക്ക് പൊത്തി പിടിച്ചിട്ട് അത് കഴിക്കാൻ പറ്റില്ല. അതുമാതിരി മണമുള്ളതാണ്. കാരണം റേഷനരി എന്ന് വെച്ചാൽ എല്ലായിടത്തുനിന്നും തള്ളുന്ന അരിയാണ് റേഷനരിയായിട്ട് അന്ന് വന്നിരുന്നത്. ഇപ്പോൾ അതൊന്നും സാധിക്കില്ല. പണ്ടത്തെ റേഷനരിയുടെ വലിയ പ്രശ്നം അതായിരുന്നു, ഒട്ടിപ്പിടിക്കുന്നൊരു അരി. അപ്പം പിന്നെ നല്ല അരിയുടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഈ ചോറുണ്ടെന്ന് അത് വലിയൊരു അനുഭവം, തീവ്രമായ അനുഭവങ്ങളാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അന്ന് വളരെ ചെറുപ്പമാണ് എൻ്റെ പിടിയരി. അപ്പം പാവാമ്മച്ച് എങ്ങാന്ന് കിടക്കാമെന്നുണ്ടെങ്കിൽ അരി ഇടാൻ എന്നെ ഏൽപ്പിക്കും. അപ്പോൾ ഇത്ര അരിയാണ് എടുക്കേണ്ടത്, അതിൻ്റെ അകത്ത് പിടിയരി മാറ്റി വെക്കണമെന്ന് പറയും ഓരോ തവണ ഇടുമ്പോഴും. അപ്പോൾ അതിന് പിടിയരിക്കുള്ളൊരു പാത്രം വേറെ തൂക്കിയിട്ടുണ്ടാവും. ആ ഒരു പിടി അരി എടുത്ത് ആ പാത്രത്തിൽ ഇട്ട് വയ്ക്കണം. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ആ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടും ആവേശത്തോടും കൊടുക്കും. ഞാൻ 2 പിടി മാറ്റിയിടുമായിരുന്നു. പടം വളരെ കുറച്ച് ചോറിനുള്ള അരി ഇടാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനുള്ള അരി ഉണ്ടാവുള്ളൂ. ഞാൻ 2 പിടി ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ അരി മാറ്റിയിട്ടതിൻ്റെ പേരിൽ അവിടെ അരി കുറഞ്ഞിട്ടില്ല. അപ്പം ഈ പരിഗണനയുടെ ഒരു മനോഭാവം എനിക്കൊന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയിൽ നിന്നും കിട്ടിയതാണ്. അന്നത്തെ ആദ്യത്തെ ഒരു ഓർമ്മ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഇല്ലായ്മയിൽ പോലും ഇതിനേക്കാളും ഇല്ലായ്മയുള്ളവരെ ഓർക്കാൻ കഴിയണം എന്നുള്ളൊരു ചിന്ത. കാരണം ദൈവത്തിനൊരു പങ്ക് മാറ്റിവെക്കാതെ നമുക്ക് ഭക്ഷിക്കാനായിട്ട് അരി ഇടുന്നതിൽ അർത്ഥമില്ല. അതാണ് അമ്മച്ചിയിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു വലിയൊരു പുണ്യം. അത് ആ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ പറഞ്ഞായിരുന്നു. ഞാനതാണ് ചോദിച്ചു വന്നത് സാറേ. കുഞ്ഞുനാൾ തൊട്ട് തന്നെ കിട്ടിയതാണല്ലോ അത്. സാറ് ഷെയർ ചെയ്ത 2 കാര്യങ്ങളും, മക്കളുടെ കാര്യവും ജഡ്ജി ആയതിനു ശേഷമുള്ള കാര്യം പറഞ്ഞു. സാറിൻ്റെ വിവാഹത്തിന് മുൻപ് അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച് ഈ ഒരു ലളിതമായ ജീവിതം, അതിന് ഉദാഹരണമായിട്ട് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? പ്രത്യേകിച്ച് സാറിൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടോ? എൻ്റെ വിവാഹം ഇതുപോലെ ഒരു പങ്കുവെക്കാൻ ചില ഓർമ്മകളുള്ള വിവാഹ ചടങ്ങായിരുന്നു അത്. അന്നത്തെ അമ്മമാസികയിൽ മാത്രം തച്ചിലച്ഛൻ ഇതാ ഇവിടെ ഒരു മാർഗ്ഗദർശി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ലേഖനം അന്നിട്ടായിരുന്നു. എൻ്റെ വിവാഹത്തിന് ഞാൻ നിർബന്ധം പിടിച്ചായിരുന്നു. ഞാനൊരു ഷർട്ടും മുണ്ടും മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു കോട്ടൺ ഷർട്ടും കോട്ടൺ മുണ്ടുമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ നിർബന്ധിച്ച്, അന്ന് ഉൾക്കൊള്ളാൻ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു, റൂബിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും റൂബിയെ കൊണ്ട് നിർബന്ധിച്ച് എൻ്റെ കോട്ടൺ സാരി പഠിപ്പിച്ചു. മന്ത്രകോടി ഒരു 100 രൂപയുടെ 100-150 മറ്റാണ് ഒരു കോട്ടൺ മന്ത്രകോടി. ഇപ്പോൾ 36 വർഷമായിട്ട് ഇതിനെയൊക്കെ വിവാഹം കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ദൈവത്തിനോട് നന്ദിയോടെ ഓർക്കായിരുന്നു. അങ്ങനെ ഒരു ചരടിൽ കുറത്ത താലിയൊക്കെ കെട്ടി വളരെ ലളിതമായിട്ടുള്ള വിയാനി ചാപ്പലിൽ വെച്ചിട്ടായിരുന്നു. മങ്കുഴിക്കരി പിതാവാണ് വിവാഹം എന്ന് ആസ്വദിച്ച്. എൻ്റെ കൂടെ പഠിച്ച അച്ഛന്മാരും ബഹുമാനപ്പെട്ട മിഷൻ ലീഗിൻ്റെ അന്നത്തെ നാഷണൽ ഡയറക്ടർ നെറ്റിക്കണ്ണച്ചനായിരുന്നു കുർബാനയ്ക്കുണ്ടായിരുന്നത്. ഈ കുർബാന കഴിഞ്ഞിട്ട് സൽക്കാരമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എനിക്ക് ഈ വിവാഹ സദ്യ ഒഴിവാക്കണം വലിയ നിർബന്ധമായിരുന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ ഡ്രസ്സും, അപ്പോൾ എന്നോട് അന്ന് വന്നിട്ട് മണവാളനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എറണാട്ടച്ചൻ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മണവാട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആരാണോ അതായിരിക്കും മണവാളം എന്നൊരു കുസൃതി മറുപടിയും കൊടുത്തായിരുന്നു. ഞാൻ എൻ്റെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പുറപ്പെട്ടത് ഓട്ടോറിക്ഷല്ല. അപ്പോൾ അന്ന് കാലുമ്പോൾ ചെരുപ്പില്ലായിരുന്നു. പോണ വഴിക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടാണ് ഈ ചാപ്പലിലേക്ക് പോയത്. ഇപ്പോഴും ഓർക്കുന്നത് സന്ദർഭം വലിയൊരു അതിനൊക്കെ ഒരു അഭിമാനം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ ഒരു ചില വിപ്ലവങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത്. നേരെ വിയാനി ചാപ്പലിലെ വിവാഹ ആശീർവാദം കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ടൗൺ ഹാളിലേക്ക്, എറണാകുളം ടൗൺ ഹാളിലായിരുന്നു റിസപ്ഷൻ.
എറണാകുളം ടൗൺ ഹാളിൽ റിസപ്ഷന് ഒരു പീസ് കേക്ക്, ഞങ്ങളും കേക്ക് കഴിക്കുന്നു, ഒരു പീസ് കേക്ക്, ഒരു ചായ, ഒരു മിഠായി, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ യാതൊരു സൽക്കാരം ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് പലരും ഒന്ന് പറഞ്ഞായിരുന്നു ഇതൊരു പഞ്ഞ പരിപാടിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിയ ഭക്ഷണം തന്നാലും ചെറിയ ഭക്ഷണം തന്നാലും ഇതുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറാൻ പോകുന്നില്ല. ഇത് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടില്ല, സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ വരവും ഈ കൂടിവരവും ഈ സ്നേഹം പങ്കുവയ്ക്കലാണ് നിങ്ങളെയും എന്നെയും തമ്മിൽ അടുപ്പിക്കുന്നത്. അതിന് ഈ ഒരു കേക്കും ധാരാളം മതിയെന്ന് പറഞ്ഞിട്ട് ഒരു കുസൃതി മറുപടിയൊക്കെ പറഞ്ഞ് അന്നത്തെ ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുന്നു. അങ്ങനെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാവുന്ന കാലഘട്ടത്തിൽ ഞാൻ ധൈര്യമായിട്ട് എടുത്തിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുമുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം എപ്പോഴും തോന്നാറുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയും. അതെ അതെ, ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപ, യാതൊരു സംശയമില്ല. വ്യക്തിപരമായി എൻ്റെ കഴിവുകൊണ്ട് ഞാനെടുത്ത തീരുമാനം എന്നല്ല, ദൈവം അത് എനിക്ക് കൃപയായി അനുവദിച്ച് തന്ന് എന്നെ അതിന് ഉപയോഗിച്ചു എന്നുള്ളതിലെ സന്തോഷം, നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു അഭിമാനം. സാറേ, ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ വലത്ത് ഭാഗത്ത് നിർത്തുന്നത് ആരെയാണെന്ന് ഈശോ എക്സ്പ്ലെയിൻ ചെയ്യണത്, ഞാൻ വിശന്നു, എനിക്ക് ആഹാരം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഓടിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ് ഈ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തികളെ എന്തുമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ കാണണം, അതെങ്ങനെയാണ് നമ്മളെ കൂടുതൽ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്നത്? മോനെ, ഈ കാരുണ്യം എന്ന് പറയുന്നത് ദൈവിക നീതിയാണ്. ഈ നീതി പ്രവർത്തിക്കാത്തവരെ കുറിച്ചാണ് കർത്താവ് കർശനമായി ശാസിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ സുവിശേഷം പ്രസവിച്ചു, എനിക്ക് വേണ്ടി വേല ചെയ്തു, അത് ചെയ്തു എന്ന് പറയുന്നവരെ കർത്താവ് പറഞ്ഞു, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നാകുന്നു, ഞാൻ നിങ്ങളെ അറിയില്ല. ഐ ഡോണ്ട് നോ യു, ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്തോരം പ്രസംഗിച്ചതാ, എന്തോരം സംഘടന പ്രവർത്തിച്ചതാ, എന്തോരം പോരാ. നീതിയുടെ പ്രവർത്തനങ്ങൾ കുർബാന മധ്യം നമ്മൾ ചെല്ലുന്നുണ്ട്, നീതിയുടെ പ്രവൃത്തികൾ വ്യാപരിക്കാൻ പറഞ്ഞിട്ട്. നീതി, ഈ നീതി എന്താ? ദൈവത്തിൻ്റെ നീതി എന്താ? ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ കൈവഴിയാവാൻ കഴിയത്തക്ക വിധത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചവ വിനിയോഗിക്കണം, എന്നിൽ നിന്നും വിനിയോഗിക്കണം. നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്ത് ഉപയോഗിക്കൽ മാത്രമല്ല, എന്നെയും കൂടെ ഉപയോഗിക്കണം. എന്നിൽ മുറിവ് ഏൽക്കുവോളം ഞാൻ അതിനെ ഉപയോഗിക്കണം. മദർ തെരേസ ഓർപ്പിച്ച മാതിരി തന്നെ. അതിന് കാരണം എന്താ? ഇത് ദൈവം തന്നതാണ്, മുറിച്ച് വിളമ്പാനുള്ളതാണ്. ശേഷിക്കുന്നവേ എനിക്ക് ശേഖരിക്കാവുള്ളൂ. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് മുറിച്ച് വിളമ്പാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അപ്രകാരം ദൈവത്തിൻ്റെ കാരുണ്യമാർന്ന മുഖം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരിൽ കാണുവാനും ആ കണ്ടത് എന്നെ സ്വാധീനിക്കുവാനും ആ സ്വാധീനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്നിൽ നിന്ന് പുറപ്പെടാനും എന്നെ അവരുടെ മുഖത്തെ ദുഃഖം ഒഴിവാക്കാൻ, കണ്ണീരൊപ്പാൻ, വിയർപ്പ് ഒപ്പിയെടുക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, ഉണർത്താൻ, കെട്ടിപ്പടുത്താൻ സഹായമായ രീതിയിൽ ഒരു കൈത്താങ്ങ് ആവുക എന്നുള്ളതാണ് ദൈവിക നീതിയുടെ പ്രധാനപ്പെട്ട അർത്ഥം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ആത്യന്തികമായിട്ട് ഈ ദൈവിക കരുണ എന്നുള്ള ദൈവിക നീതിയാണ്. ഈ നീതിയുടെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ മാത്രമാണ് ദൈവം തിരിച്ചറിയുന്നത്. ആ നീതിയുടെ സൽപ്രവൃത്തികൾ നീങ്ങാനാണ് നമ്മുടെ ജീവിത ബലി അർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. അവിടേക്ക് നീങ്ങണം. അവരെ അവഗണിച്ചിട്ട് നമുക്കൊരിക്കലും ദൈവത്തെ, കാണപ്പെടുന്ന സഹോദരനെ പരിഗണിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കുന്ന കപടഭക്തിയാണ്. യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട്. അപ്പം നമുക്ക് തന്നതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ഞാൻ തന്നതുകൊണ്ട് നീ എന്ത് ചെയ്തു? നീ നിൻ്റെ മക്കൾക്ക് ദാനം ചെയ്തിട്ട് മക്കൾ അനുഭവിക്കുന്നുണ്ടോ? മക്കൾക്കും സമാധാനമില്ല. എന്തുകൊണ്ടാണ്? അവരെന്നെ അവകാശപ്പെട്ടതും കൊണ്ട് കൂടി നീ മുറിച്ച് വിളമ്പാതെ ശേഖരിച്ച് വെച്ച് നീ മക്കൾക്ക് കൊടുത്തുകൊണ്ടാണ് അവർ വ്യവഹാരമായിട്ട് നടക്കുന്നത്. നേരെ മറിച്ച് മുറിച്ച് വിളമ്പിയതിന് ശേഷം ബാക്കി വന്ന് നിങ്ങൾക്ക് സമൃദ്ധമായി ശേഖരിക്കാൻ തന്നു നീ ശേഖരിച്ച് വെച്ചു എന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറും. മക്കൾക്ക് അനുഗ്രഹമായി മാറാതെ
ശാപമായ സ്വത്ത് കൊടുത്തുകൊണ്ട് ഒരിക്കലും അനുഭവിക്കില്ല. അനുഗ്രഹം കൊടുക്കണം. അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് ഇപ്രകാരം സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് അവരെയും കൂടെ പങ്കെടുപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാവണം. സാറേ, ഈ ഒരു എപ്പിസോഡിൽ കാരുണ്യപ്രവൃത്തികളുടെ വഴികൾ സാറിൻ്റെ സ്വന്തം ജീവിതത്തിലേതും എളിമയോടെ നിർബന്ധം കൊണ്ട് സാറ് പങ്കുവെക്കുകയായിരുന്നു. അതെല്ലാം വളരെയധികം മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് ആത്മോപകാരം അല്ലേ? ആത്മാവിന് ഉപകരിക്കുന്നത് മറ്റൊന്നും ആത്മാവിന് ഉപകരിക്കില്ല. ആത്മാവിന് ഉപകരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കുന്നതാണ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു പുതിയൊരു തലമുറയ്ക്ക് അത് അറിയാനേ പാടുണ്ടാവില്ല. ബോണി, നമ്മുടെ ഈ പഴയ കാലത്തെ പള്ളികളൊക്കെ സ്ഥാപിച്ചത് ഇപ്രകാരം നമ്മുടെ പൂർവികർ ആത്മോപകാരം വാങ്ങിക്കായി കൊടുത്ത സ്വത്ത് കൊണ്ടാണ്. പല സ്ഥാപനം നിൽക്കുന്ന വസ്തുക്കളൊക്കെ അവർ മുഴുവൻ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഒരു പങ്ക് എപ്പോഴും ദൈവത്തിനായിട്ട് മാറ്റിവെക്കണം. അതാണ് ആത്മോപകാരം. സാറ് ഷെയർ ചെയ്തതിൽ ഒത്തിരി കാര്യങ്ങളെല്ലാം മനസ്സിനെ സ്പർശിച്ചു. ഏറ്റവും കൂടുതൽ സാറ് ഷെയർ ചെയ്തതിൽ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. കൂട്ടിച്ചേർത്തു സാറ്. മറ്റുള്ളവരുടെ നിന്ന് പിരിവെടുത്ത് അത് തെറ്റാണെന്നല്ല, എന്നാൽ അതിനേക്കാൾ മനോഹരം നമ്മുടെ കയ്യിലുള്ളത് അതിനോട് ചേർത്തും. എന്തായാലും വളരെ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, കാരുണ്യത്തിൻ്റെ ഈ വഴികൾ സാറിലൂടെ ദൈവം നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം കരുണയുടെ കൈവഴികൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും നേരുന്നു. സാറിന് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. Nida